എറണാകുളം ജില്ലയിൽ മഞ്ഞപ്രയ്ക്കടുത്തുള്ള തട്ടുപാറ. ഈ ചെറിയ കുന്നിന് മുകളിൽ പണിതിരിക്കുന്ന ഈ പള്ളിയുടെ പ്രായം 100 വയസ്സാണ്. പള്ളിയുടെ ചുമരിൽ അത് ഉണ്ടാക്കിയ വർഷവും ഡേറ്റും എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് വലിയ പാറക്കല്ലുകൾ കൊണ്ടാണ്. പിന്നെ ഇവിടെ കാണുന്ന വ്യൂ ഗംഭീരമാണ്. അകലെ കാണുന്നത് അങ്കമാലി നഗരമാണ്. മലയാറ്റൂർ മലയെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് കണക്കാക്കാം. എന്നാൽ ഈ മല തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. ഈ മലയിൽ നിന്നാൽ കൗതുകകരമായ കാഴ്ചകൾ മാത്രമല്ല, ചരിത്രപരമായ കുറച്ച് കാര്യങ്ങൾ കൂടി കാണാം. ഇവിടെ ഈ പാറയിൽ ചില എഴുത്തുകുത്തുകളൊക്കെ ഉണ്ട്. അത് കേടുവരാതിരിക്കാനായിട്ട് ചില്ലിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഈ സ്ഥലം കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് പട്ടയത്തിന്റെ എന്തോ രേഖകളാണ് ഈ പാറയിലുള്ള എഴുത്തുകുത്തുകൾ എന്നാണ് പറയപ്പെടുന്നത്. ഈ പള്ളിയോട് ചേർന്നിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് കുടിക്കാൻ കഴിയുന്ന ശുദ്ധമായ വെള്ളമാണ് അതിലൂടെ ഒഴുകി വരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു ഗുഹയുണ്ട്. പണ്ട് മലയാറ്റൂരിലെത്തിയ തോമാസ് ലീഹ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയത് ഈ വഴിയിലൂടെയായിരുന്നു. ആ സമയത്ത് ഈ ഗുഹയിൽ കയറി തോമാസ് ലീഹ വിശ്രമിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. 3-4 അടി ഉയരം മാത്രമേ ഗുഹയ്ക്കുള്ളൂ. അതുകൊണ്ട് ഉള്ളിലേക്ക് കിടന്നാൽ തല മുട്ടും. പിന്നെ ഈ ഗുഹയ്ക്ക് അറ്റം ഇല്ലെന്നാണ് ചിലർ പറയുന്നത്. ഇതിന്റെ അറ്റം തമിഴ്നാട്ടിലാണ് എന്നാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് ശ്വാസം മുട്ടും. ഇത്ര വരെ പോകാൻ പറ്റും. ഇനി ഇവിടെ തോമാസ് ലീഹയുടെ ഒരു കാൽപാദം പതിഞ്ഞ പാറയുണ്ട്. അത് കാണാം. അതിനു മുമ്പായിട്ട് ഈ പള്ളിയുടെ പുറകിലായിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അത് കാണാൻ വേണ്ടി പോകാം. പള്ളിയുടെ പുറകുവശത്തായിട്ട് ഒരു പാറമടയുണ്ട്. ഈ പാറമടയുടെ അരികിലാണ് വെള്ളച്ചാട്ടം. ഇവിടെ കാണുന്ന വെള്ളം ഒഴുകി വരുന്നത് ആ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ്. ഇവിടെ ഒരു ക്യാമറ വണ്ടി കേടായി കിടക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടുണ്ടാവും ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ പാറമടയിലെ വെള്ളം നല്ല തെളിനീര് പോലെയാണ്. നല്ല കളറാണ് ഇത് കാണുവാനായിട്ട്. ഈ വെള്ളക്കെട്ടുണ്ടായത് മഴ പെയ്തിട്ടാകാം, അതുപോലെ തന്നെ നീരുറവിൽ നിന്നായിരിക്കാം. ആ വെള്ളച്ചാട്ടത്തിലെ വെള്ളവും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പേടിയുണ്ട്. ഇവിടെ പാമ്പിന്റെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആരുമില്ല. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിന്നെ അങ്ങോട്ട് ചെന്നാലും കാടാണ്. ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ സൂം ചെയ്ത വ്യൂ. ഇനി നമുക്ക് തിരിച്ച് പള്ളിയുടെ അവിടേക്ക് തന്നെ പോകാം. എന്നിട്ട് തോമാസ് ലീഹയുടെ ആ കാൽപാദം കാണാം. ഇവിടെ പള്ളിക്കരികിലായിട്ട് തോമാസ് ലീഹയുടെയും യേശുക്രിസ്തുവിന്റെയും വലിയ 2 പ്രതിമകളുണ്ട്. ഈ പ്രതിമകളുടെ വലിപ്പം ഈ സ്ഥലത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഇവിടെയാണ് തോമാസ് ലീഹയുടെ കാൽപാദം എന്ന് വിശ്വസിക്കപ്പെടുന്ന പാറയിൽ പതിഞ്ഞ ആ കാൽപാദത്തിന്റെ പാടുള്ളത്. ഇവിടെ മലയിലേക്ക് കയറുന്ന വഴി മലയാറ്റൂർ മല പോലെ കുരിശുകളൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ്. 14 സ്ഥലങ്ങളുണ്ട് യേശുവിന്റെ കുരിശിന്റെ വഴിയുടെ. അപ്പോൾ ഈ സ്ഥലവും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്